ബംഗ്ലാദേശിലെ വിവാദമായ ഹാദി കൊലപാതക കേസിലെ മുഖ്യപ്രതി ഇന്ത്യയിലുണ്ടെന്ന ധാക്ക പോലീസിന്റെ വാദം പൊളിയുന്നു. മതമൗലികവാദി നേതാവ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിൽ ആരോപണ വിധേയനായ ഫൈസൽ കരീം മസൂദ് ഇന്ത്യയിലല്ല മറിച്ച് ദുബായിലാണെന്ന് വെളിപ്പെടുത്തി ഇപ്പോൾ അദ്ദേഹം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതോടെ ഇന്ത്യയെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ച ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരും ജമാഅത്തെ ഇസ്ലാമിയും ഒരുപോലെ തന്നെ വെട്ടിലായിരിക്കുകയാണ്. താൻ ഇന്ത്യയിൽ അഭയം തേടിയെന്ന റിപ്പോർട്ടുകൾ പൂർണ്ണമായും നിഷേധിച്ച മസൂദ് രാഷ്ട്രീയ വേട്ടയാടലിൽ നിന്ന് രക്ഷപ്പെടാനാണ് ദുബായിലേക്ക് കടന്നതെന്ന് വ്യക്തമാക്കി. ഞാനല്ല ഹാദിയെ കൊന്നത്, ജമാഅത്ത് ഇസ്ലാമിയുടെ സൃഷ്ടിയായ ഹാദിയെ കൊന്നത് അവർ തന്നെയാണ് എന്ന ഗുരുതര ആരോപണമാണ് മസൂദ് ഉയർത്തുന്നത്. തന്റെ IT സ്ഥാപനത്തിന് സർക്കാർ കരാറുകൾ വാഗ്ദാനം ചെയ്ത് ഹാദി പണം കൈപ്പറ്റിയിരുന്നതായും ഇയാൾ വെളിപ്പെടുത്തുന്നു. നേരത്തെ കൊലപാതകത്തിന് ശേഷം മസൂദും കൂട്ടാളി അലംഗീർ ഷെയ്ഖും മേഘാലയ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടന്നെന്നായിരുന്നു ധാക്ക മെട്രോപൊളിറ്റൻ പോലീസിന്റെ ഔദ്യോഗിക സമ്മേളനത്തിൽ അവർ അറിയിച്ചത്. എന്നാൽ 5 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസയിൽ മസൂദ് ഇപ്പോൾ ദുബായിൽ സുരക്ഷിതനായി ഇരിക്കുന്ന വിവരം പുറത്തു വന്നതോടെ ബംഗ്ലാദേശ് പോലീസിന്റെ അന്വേഷണത്തിലെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുകയാണ്. ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാനുള്ള ഇടക്കാല ഭരണകൂടത്തിന്റെ നീക്കങ്ങളുടെ ഭാഗമാണ് ഇത്തരം ആരോപണങ്ങളെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇന്ത്യ വിരുദ്ധ വികാരം ഇളക്കിവിട്ട് ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെയും ഇടക്കാല സർക്കാർ UNS സർക്കാരിന്റെയും ശ്രമം. എന്നാൽ മസൂദിന്റെ വെളിപ്പെടുത്തലോടെ ഈ നീക്കം ഇപ്പോൾ പൂർണ്ണമായും പാളിയിരിക്കുകയാണ്. അയൽ രാജ്യമായ ഇന്ത്യയെ അനാവശ്യമായി വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ച ബംഗ്ലാദേശ് അധികൃതർക്ക് മസൂദിന്റെ ഈ വീഡിയോ വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. കൃത്യമായ തെളിവുകളില്ലാതെ ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിച്ച ഇടക്കാല സർക്കാരിന്റെ നിലപാട് അന്താരാഷ്ട്ര തലത്തിലും ഇപ്പോൾ ചർച്ചയാവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.